अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय संभवामि युगे युगे। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। वक्रतुण्डमहाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शिवकार्येषु सर्वदा। माणिक्यवीणामपलाळयन्तीं मदालसामञ्जुळवाग्विलासं महेन्द्रनीलद्युतिकोमलाङ्गीं मातङ्गकन्यां मनसा स्मरामि। चतुर्भुजे चन्द्रकलापदंसे कुजोन्नते कुङ्कुमरकशोणे पुण्ड्रेषु पाशाङ्कुशपुष्पबाण हस्ते नमस्ते जगदेकमाता माता मरदगश्यामदङ्गीमदशालिनी कटाक्षे तु कल्याणी कदम्बवनवासिनी। जय मातङ्गतनये जय निरोत्पलद्युते जय सङ्गीतरसिके जय लीलाशुगप्रिये। आदौ पाण्डवधार्तराष्ट्रजननं लक्षागृहेदाहनं द्यूतं श्रीहरणं वनोविहरणं मत्स्यालये वर्तनं लीलागोग्रहणं रणोविहरणं सन्धिक्रियादर्पणं पश्चाद्भीष्मसुयोधनादिदिनं यदन्महाभारतम्। കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. സജ്ജനങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഇന്ന് മഹാഭാരതത്തിലെ ഒരു കൗരവ പാഞ്ചാല യുദ്ധം, അതായത് പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞ ഉടനെ തന്നെ പാണ്ഡവന്മാർ ദ്രുപദ രാജധാനിയിൽ പാഞ്ചാലിയോടൊത്ത് താമസിക്കുന്ന ഒരു ഭാഗം, ആ ഭാഗമാണ് ഉള്ള ഭാഗമാണ് വ്യാഖ്യാനിക്കേണ്ടത്. കാരണം പാണ്ഡവന്മാർക്ക് രാജ്യമില്ല, അത് കൗരവന്മാരാണ് കൈയടക്കിയിട്ടുള്ളത്. കുരുക്ഷേത്ര രാജധാനി ദുര്യോധനനും ദുശാസനും മറ്റു കൗരവന്മാരും ധൃതരാഷ്ട്രമൊക്കെയാണ് അവിടെ രാജ്യം ഭരിക്കുന്നത്. ഇവർക്ക് അർഹതപ്പെട്ട രാജ്യം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ദ്രുപദ രാജാവിൻ്റെ അടുത്ത് തന്നെ അവർ താമസിക്കുന്നതാണ്, വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ. അപ്പോഴാണ് ധൃതരാഷ്ട്ര ഈ ക്രമേണ ഈ വാർത്ത അറിയുന്നത്. പാഞ്ചാലിയെ ഇവരാണ്, പാണ്ഡവന്മാരാണ് വിവാഹം കഴിച്ചത് എന്നുള്ളത്. പക്ഷേ അതങ്ങനെയല്ല. പെട്ടെന്ന് നിന്റെ മരുമകളായിരിക്കുന്നത് വിതുരൻ ജ്യേഷ്ഠനോട് പറയുകയാണ്, പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞു, നിന്റെ മരുമകളായിട്ട് വന്നിരിക്കുകയാണ്. അതുവരെ പാണ്ഡവന്മാർ അരക്കിലത്തിൽ മരിച്ചു എന്നുള്ള സന്തോഷത്തോടെയാണ് ഇവരെല്ലാം, പുറമേ സന്തോഷം കാണിക്കുന്നില്ലെങ്കിലും ദുര്യോധനും ദുശാസനും മറ്റെല്ലാവരും തന്നെ ഇതും പ്രതീക്ഷിച്ചിട്ടിങ്ങനെ അവരെ മരിച്ചുപോയി, ഇനി അവർ ശത്രുക്കളില്ല എന്നുള്ള സന്തോഷത്തോടെ ഇരിക്കുന്ന ധൃതരാഷ്ട്രടക്കം ഇരിക്കുന്ന സമയത്താണ് ഈ വാർത്ത കേൾക്കുന്നത്. പെട്ടെന്ന് പാഞ്ചാലി സ്വയംവരം വിവാഹം കഴിച്ചത് പാണ്ഡവന്മാരാണ്. ഇത് കേട്ടപ്പോൾ തന്നെ ഉടനെ അദ്ദേഹം പറയാമോ, കൂട്ടിക്കൊണ്ടുവരൂ ദുര്യോധനെയും മറ്റേയും എന്ന് പറഞ്ഞു. അദ്ദേഹം കരുതിയത് ദുര്യോധനാണ് പാഞ്ചാലി കഴിച്ചത് എന്നുള്ള ഒറ്റ ചിന്ത കൊണ്ട് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് വിതുരർ സമാധാനം പറഞ്ഞു കൊടുത്തു, പാണ്ഡവന്മാരാണ് വിവാഹം കഴിച്ചത്, അർജുനനാണ് ആ ലക്ഷ്യം ഭേദിച്ചത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത്. എന്നാൽ അപ്പോൾ പുറത്തെ പെട്ടെന്ന് വിഷമത്തോടു കൂടിയാണെങ്കിലും പുറമെ സന്തോഷം ഭാവിച്ചുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ടുവരണം പറയുകയാണ്.
പക്ഷേ ദുര്യോധനാദികൾ ഇത് കേട്ട് സന്തോഷിച്ചില്ല. അവർ പലരും അവരെ ദുഷ്ടബുദ്ധിയിൽ ചിന്തിച്ചു, എന്താണ് പാണ്ഡവന്മാരെ ഇല്ലാതാക്കണം, അവർക്കിങ്ങനെ ബന്ധുക്കളായിട്ട് പാഞ്ചാലന്മാരൊക്കെ വന്നാൽ വളരെ പ്രയാസങ്ങളുണ്ടാകും ഭാവിയിൽ. ദ്രുപദ രാജാവ് വളരെ ശക്തവാനാണ്, ധനികരാണ്, അതുകൊണ്ട് അവരെ പെട്ടെന്ന് ഇല്ലാതാക്കുക. അപ്പോൾ സാധാരണയുള്ള ശകുനിയും കർണനും മറ്റുള്ള സൗമുദത്തി എന്നുള്ള രാജാവൊക്കെ പറഞ്ഞു, ഇപ്പോൾ പാഞ്ചാല രാജധാനി ആക്രമിച്ച് കീഴ്പ്പെടുത്തി പാണ്ഡവന്മാരെ ഇല്ലാതാക്കണം, കീഴ്പ്പെടുത്തണം എന്നുള്ള ഒരു ഉപദേശം, തെറ്റായ ഉപദേശമാണ് കൊടുത്തത്. അതുപ്രകാരം അവർ പോവുകയാണ് പാഞ്ചാല രാജ്യം ആക്രമിക്കാൻ. അവിടെ പോയി രാജ്യത്തെ ചെന്ന് ഉടനെ തന്നെ, പക്ഷേ അവരുടെ ദ്രോണാചാര്യരും മറ്റേ ഭീഷ്മരും അങ്ങനെയുള്ളവരൊന്നുമില്ല, അവർക്ക് സമ്മതം ഉണ്ടായിരുന്നില്ല, അവരെ അറിയിക്കാണ്ട പോകുന്നത്. പാണ്ഡുപുത്രന്മാരത് ദ്രുപദ രാജാവ് ഇവരെ ശത്രുക്കളെ എതിരിടാൻ രാജധാനി തൻ്റെ രാജ്യം ആക്രമിക്കാൻ വന്നവരെ എതിർക്കാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി, സുമിത്രൻ, പുഷ്ടവീര്യനാകും, പ്രിയദർശന്താനും, ചിത്രകേതു, സുകേതു, ധ്വജസേനന്മാരും പുത്രന്മാർ 7 പേരും ദ്രുപദ നൃപേന്ദ്രനും എന്നായി പറയുന്നത്. എല്ലാവരും കൂടെ പോയി കർണനും ജയദ്രഥനും ഒരുമിച്ചിട്ട് സുമിത്രനെയും പ്രിയദർശനെയും കൊന്നു. അപ്പോൾ ഭീമസേനൻ ജയദ്രഥന്റെ പുത്രനെയും കർണന്റെ പുത്രനെയും സുബാനുവിനെയും കൊന്നു. സിന്ധുഭൂപനും അങ്കദാധിപനും അതുകൊണ്ട് കുന്തി രഥം പൂട്ടുമീടും അശ്വങ്ങളെ 3 അവരെ കുതിരകളെ കൊല്ലുകയാണ്. അപ്പോൾ ഭീമൻ അത് കണ്ട് പെട്ടെന്ന് 3 യോജിപ്പിച്ചു, വേറെ കുതിരകളെ പിടിച്ചു കെട്ടി. അങ്ങനെ പക്ഷേ ഏറ്റവും ഇവിടെ ഭയപ്പെട്ടത് പാണ്ഡവന്മാരെ കൊണ്ടാണ്. പാണ്ഡവന്മാരുടെ ആയുധങ്ങളെ കൊണ്ട് പ്രയോഗം കൊണ്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പക്ഷേ വളരെ വലിയ സൈന്യമാണ് വന്നത്. ഉടനെ പാണ്ഡവന്മാരും ദ്രുപദനും കൂടി ശ്രീകൃഷ്ണ ഭഗവാനെ അറിയിച്ചു. ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ സേനയുമായിട്ടും അവിടെ വന്നു ഇവരെ എതിർക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെയുള്ള യുദ്ധത്തിൽ ഇവർ പരാജയപ്പെട്ട് ഓടുകയാണ്. കൗരവന്മാർ പരാജയപ്പെട്ട് പിൻവാങ്ങുകയാണ്. അപ്പോൾ തന്നെ ദുശാസനൻ തന്നെ പോകുന്ന ദുശാസനോട് ദുര്യോധനൻ പറയുകയാണ്, ഇവനെന്താ പുരോചനൻ എന്താണ് ചെയ്തത്, അരക്കിലും തീ വെച്ചിട്ട് അവരെ കൊല്ലാൻ പറഞ്ഞതല്ലേ, അദ്ദേഹത്തിന് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇതിൽ വളരെ പ്രയാസപ്പെടുകയാണ്. ഇങ്ങനെ ജയിച്ചതെല്ലാം പിന്നെ ധൃതരാഷ്ട്രം ഇതൊക്കെ അറിഞ്ഞു. വിതുരർ ചെന്ന് പറഞ്ഞപ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ അവരെ പാഞ്ചാലിയെ കൂട്ടിക്കൊണ്ടുവരാൻ ദ്രോണാചാര്യരും ഭീഷ്മ പിതാമഹനും ഒക്കെ അവരെ ഉപദേശിക്കുകയാണ്. ധൃതരാഷ്ട്രയെ അയച്ചിട്ട് വരണം, എന്നിട്ട് പകുതി രാജ്യം അവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അവർ സമാധാനിപ്പിച്ച് ഇവിടെ കൂട്ടിക്കൊണ്ടുവരുന്നൊരു കഥയാണ് അതുള്ളത്. ആ ഭാഗങ്ങളിൽ ഇവിടെ വന്ന് പകുതി രാജ്യം കൊടുത്തു വിടുന്ന ഭാഗമാണ് തുടർന്ന് വിട്ടിട്ടുള്ളത്. ആ ഭാഗങ്ങളാണ് ഇനി വിവരിക്കേണ്ടത്. കൗരവ പാഞ്ചാല യുദ്ധം അത്ര പ്രധാനപ്പെട്ട കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പുള്ള ഒരു ഭാഗമായിട്ടാണ് നമ്മൾക്കിത് മനസ്സിലാക്കേണ്ടത്. ഇതിനു മുമ്പും കൗരവ ഗുരുദക്ഷിണൊക്കെ സമർപ്പിക്കാൻ വേണ്ടി ദ്രുപദനെ പിടിച്ചു കെട്ടാനും ഒക്കെ കൗരവാദികൾ പോയിട്ട് പരാജയപ്പെടുന്ന രംഗം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.